ഈ മുകളിൽ കാണുന്ന രണ്ട് ചിത്രങ്ങളിലെ ആ രണ്ട് ചിത്രങ്ങൾ നോക്കി ഒരു ചെറിയ സൈക്കോളജിക്കൽ ടെസ്റ്റ് നടത്താം. ആ ചിത്രത്തിൽ ഏതാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ സന്തോഷമുള്ള മുഖം? രണ്ട് ചിത്രം കൊണ്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും ഉണ്ട്. 1, 2 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലേതാണ് കുറച്ച് സന്തോഷമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് നോക്കുക. നിങ്ങളുടെ ആൻസർ കമൻറ്റ് ചെയ്യുക. ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിളി നമ്മൾ റൈറ്റ് ബ്രെയിൻ ആണോ ലെഫ്റ്റ് ബ്രെയിൻ ആണോ എന്ന് അറിയാനാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബ്രെയിൻ രണ്ട് പീസാണ്, ഹെമിസ്ഫിയർ ആയിട്ട് ഇങ്ങനെ ഉണ്ടാകും. അതിൽ ചിലർ ലെഫ്റ്റ് ബ്രെയിൻ ഡൊമിനൻ്റ് ആയിരിക്കും, ചിലർ റൈറ്റ് ബ്രെയിൻ ഡൊമിനൻ്റ് ആയിരിക്കും. നിങ്ങൾ ഏത് വിഭാഗമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എന്തായാലും നിങ്ങൾ അതിനകത്ത് ഒന്നാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തതെങ്കിൽ, ലെഫ്റ്റ് സൈഡിലെ ചിത്രമാണ് ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങളതിൻ്റെ അർത്ഥം നിങ്ങളൊരു ലെഫ്റ്റ് ബ്രെയിൻ ആണെന്നുള്ളതാണ്. ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ക്രിയേറ്റീവ് തിങ്കിങ്, ലോജിക്കൽ തിങ്കിങ്, അനലിറ്റിക്കൽ തിങ്കിങ് ഉള്ള ആളാണ്. നിങ്ങൾ നല്ല പ്രോബ്ലം സോൾവിങ് ഉണ്ടാകും, ഡീറ്റെയിൽ കാര്യങ്ങൾ നോക്കും. അതോടൊപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കൂടുതൽ താല്പര്യമുള്ളത് സയൻസ്, മാത്സ് അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞാണ് ലെഫ്റ്റ് ബ്രെയിൻ ഡൊമിനൻ്റ് ആണെങ്കിൽ. ഇനി നിങ്ങൾ നിങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് തോന്നിയത് സന്തോഷമുള്ളതെന്ന് തോന്നുന്നത് റൈറ്റ് സൈഡിലെ പിക്ചർ ആണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ റൈറ്റ് ബ്രെയിൻ ഡൊമിനൻ്റ് ആണെന്നാണ്. അതിനർത്ഥം നിങ്ങൾ വളരെയധികം ഇമാജിനേഷൻ ഉള്ള ആളാണ്, വളരെയധികം ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആർട്ടിസ്റ്റിക് എബിലിറ്റിയാണ് കൂടുതലുണ്ടാവുക. പലപ്പോഴും കാണുന്നതെന്ന് വെച്ചാൽ ഈ ചിത്രം വരയ്ക്കുന്നത്, പെയിൻ്റ് അടിക്കുന്നത്, അതുപോലെ കഥ എഴുതുന്നത്, പോയം, കവിതകൾ എഴുതുന്നത്, ഇത്തരം ആളുകളൊക്കെ ആർട്ടിസ്റ്റിക് മെൻറ്റാലിറ്റി ഉള്ളവരൊക്കെ റൈറ്റ് ബ്രെയിനും കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏത് വിഭാഗമാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ചിലർക്കെങ്കിലും ഇത് രണ്ടും തുല്യമല്ലേ എന്ന് തോന്നിയിട്ടുണ്ടാവും. അതിനർത്ഥം അവരുടെ രണ്ട് ഹെമിസ്ഫിയറും ഓൾമോസ്റ്റ് ഈക്വലൻ്റ് പെർഫോമൻസ് എന്നുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്.